പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ, ഭാരങ്ങളെ, വേദനകളെ, കഷ്ടതകളെ കണ്ടിട്ട് നമ്മെ കടന്നു പോകുന്ന ദൈവമല്ല. ആമേൻ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളൊന്നും നമ്മുടെ ദൈവത്തിൻ്റെ കൺമുൻപിൽ മറഞ്ഞിരിക്കുന്നതല്ല. എന്നാൽ പലപ്പോഴും പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം വിശ്വസിച്ച, നാം സ്നേഹിച്ച, നാം കരുതിയ, എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുമെന്ന് നാം വിചാരിച്ച മനുഷ്യർ, സാഹചര്യങ്ങൾ നമ്മെ വിട്ട് മാറിപ്പോകുമ്പോൾ നാം പലപ്പോഴും അവരോട് കൂടെ ദൈവത്തെയും കൂട്ടിച്ചേർക്കാറുണ്ട്. ആമേൻ. ദൈവത്തിനും നമ്മുടെ വഴികളൊക്കെ മറഞ്ഞിരിക്കുന്നു, നമ്മുടെ അവസ്ഥകളൊക്കെ ദൈവത്തിനും മറഞ്ഞിരിക്കുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ മറവായിരിക്കുന്നു. ആമേൻ. നമ്മുടെ കഷ്ടതകൾ, വേദനകൾ കണ്ട് മനുഷ്യരെ പോലെ തന്നെ ദൈവവും നമ്മെ വിട്ട് കടന്നു പോകുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, എന്ന് ആ ചിന്തയോടായിരിക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നു. യഹോവ നിത്യദൈവം. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 27-28 വചനങ്ങൾ. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അതെ, നമ്മെ പോലെയുള്ള ഒരു വ്യക്തിത്വമല്ല ദൈവം. നമ്മോട് കൂടെയുള്ള മനുഷ്യരെ പോലെയുള്ള ഒരു വ്യക്തിത്വമല്ല ദൈവം. യഹോവ നിത്യദൈവം, മാറാത്തവൻ. ആമേൻ. നാം ഇന്ന് പാർക്കുന്ന ഈ ഭൂമിയുടെ അറുതികളെ ഒക്കെയും സൃഷ്ടിച്ചവൻ. നമുക്ക് നാം ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ, ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ നാം പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ചില സ്ഥലങ്ങൾ നമുക്ക് അറിയാം, അല്ലേ? ചില സ്ഥലങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ നമുക്കറിഞ്ഞുകൂടാത്ത, നാം കേട്ടിട്ടില്ലാത്ത, നാം കണ്ടിട്ടില്ലാത്ത എത്രയോ ഭൂപ്രദേശങ്ങൾ ഇനിയും ഈ ഭൂമിയിലുണ്ട്. അതിൻ്റെ അറുതികളൊക്കെയും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ വേദന കണ്ടിട്ട് കാണാതെ കടന്നു പോകുന്നവനല്ല. നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് മറുപടി നൽകാതെ തിരിഞ്ഞു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ആമേൻ. സ്തോത്രം. ആ കർത്താവിൻ്റെ പ്രത്യേകത, നിത്യദൈവം മാത്രമല്ല, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ച ദൈവം മാത്രമല്ല, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. ആമേൻ. സ്തോത്രം. പലപ്പോഴും മനുഷ്യർ ക്ഷീണിച്ചു പോകും, മാനുഷികമായ കൈകൾ താണുപോകും, സഹായഹസ്തങ്ങൾ തളർന്നു പോകും. എന്നാൽ ക്ഷീണിക്കാത്തൊരു കരം. ആമേൻ. ഹല്ലേലൂയ. തളർന്നു പോകാത്തൊരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ആമേൻ. അവൻ്റെ കണ്ണുകൾ മന്ദമായിട്ടില്ല. കർത്താവ് നിശ്ചയമായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. കർത്താവിൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. നമ്മുടെ ചിന്തകൾ പോലെയല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. കർത്താവ് നിശ്ചയമായി നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി നിവർത്തിക്കും. എന്നാൽ നാം ചെയ്യേണ്ടുന്ന കാര്യം 31-ാം വചനം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ നാളുകളായി യഹോവയ്ക്കായി കാത്തിരിക്കാമോ? പലപ്പോഴും നാം മനുഷ്യർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അയ്യോ, അവർ ഇതെനിക്ക് വേണ്ടി ചെയ്യും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായി വരുവാൻ നാം കാത്തിരിക്കുന്നുണ്ട്. മാനുഷിക ദൃഷ്ടിയിൽ നാം കാണുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് നാം കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ യഹോവയെ മാത്രം കാത്തിരിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ കടന്നു പോകുന്ന ദൈവമല്ല. നമ്മുടെ വഴികളൊന്നും ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ന്യായങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നല്ലപോലെ അറിയുന്നു. മറ്റാരേക്കാളും നമ്മെ നന്നായി അറിയുന്ന നിത്യനായ കർത്താവ്
സൃഷ്ടിക്കുന്ന ദൈവം, എൽഷഡായ ദൈവം, ഇന്നില്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ, ഉളവാക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക് കർത്താവ് ശക്തി നൽകും. ബലമില്ലാതിരിക്കുമ്പോൾ ബലത്തെ വർദ്ധിപ്പിക്കും. ആമേൻ. പുതിയ ചിറകുകൾ വെച്ച് പിടിപ്പിച്ച് ആമേൻ സ്തോത്രം നമ്മെ പറപ്പിക്കുവാൻ, നമ്മെ ഉയരങ്ങളിൽ എത്തിപ്പിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. എന്നാൽ ഈ ദൈവസന്നിധിയിൽ താണിരിക്കാം, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ സുയ ചിന്തകളെ, സ്വന്തം വിവേകത്തെ ഉടച്ചു കളഞ്ഞിട്ട് ദൈവിക ചിന്തയുള്ളവരായി, ആത്മസ്വഭാവമുള്ളവരായി ആമേ ദൈവത്തിൻ്റെ ആത്മശക്തിക്ക് വേണ്ടി കാത്തിരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഇടയാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാണ്, ഞങ്ങളുടെ കഷ്ടതകളെ അറിയുന്ന ദൈവമാണ്, ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കുന്ന ദൈവമാണ്. യേശുപ്പാ സ്തോത്രം. നന്ദി അപ്പ, നന്ദി. ഈ ദിവസങ്ങളിൽ യഹോവയെ കാത്തിരിക്കുന്ന തൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ലെന്ന വചനപ്രകാരം യേശുവേ സ്തോത്രം, സ്തോത്രം. ക്ഷീണിക്കാതെ, തളർന്നു പോകാതെ, അധികമായി ഇനിയും കർത്താവ് ഉയരങ്ങളിലെത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിരാശകൾ, ഭാരങ്ങൾ, വ്യാകുലതകൾ, ദുഃഖങ്ങൾ, കൺഫ്യൂഷനുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിപ്രഷൻസ് നിന്ന് എല്ലാവരെയും കർത്താവ് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുവാൻ ദിവസം സഹായിക്കണം. സകല ഘടകങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥനകൾക്കിടും സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.